ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ദിവാലി വ്ളോഗായിട്ടാണ്. ദിവാലി കഴിഞ്ഞിട്ട് 10-12 ദിവസമായെങ്കിലും നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷമുള്ള ആദ്യത്തെ ദിവാലി ആയതുകൊണ്ടും അതുപോലെ തന്നെ ജിജുവിന്റെ ഒരു ഫ്രണ്ട് ഒരു വലിയ ബോക്സ് നിറയെ പടക്കങ്ങൾ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടും അതെല്ലാം ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക. കാരണം ചില ഫ്ലോർസിലൊക്കെ എപ്പോഴും ഇന്റീരിയർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പാർക്കിലും ലാസ്റ്റ് മിനിറ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തട്ടലുകളും മുട്ടലുകളും ഒക്കെ കേട്ടേക്കാം. നമ്മളിവിടെ 2 ദിവസമായിട്ടാണ് കേട്ടോ പടക്കങ്ങൾ പൊട്ടിക്കുകയും അതുപോലെ തന്നെ കത്തിക്കാനുള്ള ഐറ്റംസ് ഒക്കെ കത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു കോമൺ ഏരിയ തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള നിന്ന സ്ഥലത്ത് മാത്രം കത്തിക്കാനും പൊട്ടിക്കാനും പറ്റുന്ന ഐറ്റംസ് ഒക്കെ കത്തിക്കാനും പൊട്ടിക്കാനും ആയിട്ട്, അതായത് റോക്കറ്റ് പോലെയുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഗൺ ഷോട്ട് പോലെയുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ വെച്ച് കത്തിക്കാനോ പൊട്ടിക്കാനോ പാടുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, കാരണം ഈ തന്നിരിക്കുന്ന ഈ ഒരു കോമൺ ഏരിയക്ക് ചുറ്റുമായിട്ട് വീടുകളായതുകൊണ്ട് തന്നെ ഇത് എവിടെ പോയിട്ടാണ് പൊട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്ന സ്ഥലത്ത് കത്തിക്കുന്ന ഐറ്റംസ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലച്ചക്രം നിന്ന സ്ഥലത്ത് തിരിയുന്നതല്ല. പക്ഷെ അത് നിലത്തായതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുകളിലേക്ക് പോകുന്നതിന് മാത്രമാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ സനയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഇതൊക്കെ കത്തിക്കാനായിട്ട്. അവള് പാർട്ടിയുടെ വീട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിന്നതായിരുന്നു. ഇന്നൊരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം അങ്ങോട്ട് പോകാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുഞ്ചൂസിനാണെങ്കിൽ പപ്പീസിനോടൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ പടക്കത്തിനോടും. പപ്പീസിനെ അവന് പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അടുത്തെത്തി കഴിഞ്ഞാൽ അവന് പേടിയാണ്. അതുപോലെ തന്നെയാണ് പടക്കത്തിന്റെ കാര്യമായാലും. പൊട്ടിക്കുന്നതും കത്തിക്കുന്നതും ഒക്കെ കാണാൻ അവന് ഇഷ്ടമാണെങ്കിലും ഇതൊന്നും അവൻ ചെയ്യില്ല കേട്ടോ. ഇവിടെ ഞാനാണെങ്കിലും എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു പടക്കങ്ങളും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ പൊട്ടിച്ചിട്ടുള്ള പടക്കം, അത് പടക്കം എന്ന് പറയാൻ പറ്റുമെന്ന് കൂടെ എനിക്കറിയില്ല. നമ്മുടെ ക്യാപ്സ് ഉണ്ടല്ലോ, മുമ്പൊക്കെ ഈ കല്ലിൽ വെച്ച് കുത്തി പൊട്ടിക്കുകയായിരുന്നു. പിന്നെ റോള് വന്നപ്പോൾ ഗണ്ണിൽ വെച്ചിട്ട് പൊട്ടിക്കുന്ന ആ ഒരു സാധനം മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നത് ഈ കത്തിക്കുന്ന കമ്പിത്തിരി, പൂത്തിരി കത്തിച്ചിട്ടുണ്ട്. ശരി, മത്താപ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. നിലച്ചക്രം കൂടെ ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ. അതെനിക്ക് പേടിയാണ്. കാരണം അത് നിന്നിടത്തല്ലല്ലോ കറങ്ങുന്നത്. കറങ്ങി എങ്ങനെയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര പേടിയാണ്. പിന്നെ ചില ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കത്തുന്നതെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് അത് പൊട്ടിത്തെറിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആകെ വിശ്വാസമുള്ളത് കമ്പിത്തിരി, പൂത്തിരി, അങ്ങനെ മത്താപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം. സെക്കൻഡ് ഡേ നമ്മൾ ഗേറ്റിന് പുറത്ത് റോഡിൽ വന്നിട്ടാണ് കേട്ടോ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ തലേ ദിവസത്തെ ബാക്കി കത്തിക്കുന്ന ഐറ്റംസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗേറ്റിന്റെ പുറത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്തവണ കോമൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലുള്ള പല ആൾക്കാരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ പൊട്ടിക്കുന്നു കത്തിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പല ഐറ്റംസും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഇന്നലെ സാനയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സാനയുടെ അമ്മ സാനിയാണ് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സാന അവളുടെ പാർട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സാനിയ കുഞ്ചൂസിന് ലഡുവായിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ പിടിച്ചു നിർത്തിയതാണ് ഇത് കഴിഞ്ഞിട്ട് പോവാന്നും പറഞ്ഞു. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.